ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചെടികൾ നടുന്നതും മണ്ണ് കോരുന്നതും ഒക്കെ കണ്ടിപ്പോൾ ലക്കിക്കും ഇത് തന്നെ പണി. അവനും കിട്ടി അവൻ്റെ പരുവത്തിൽ മണ്ണ് കോരാൻ പറ്റിയൊരു സാധനം. ഇപ്പം ഇതൊക്കെ അവൻ്റെ പണി. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെ ഓരോ ഭാഗത്ത് കുഴി കുത്തും. എന്നിട്ട് അവിടെ കണ്ട ചെടികളൊക്കെ പറിച്ചു വെക്കും. ഞങ്ങളും വിചാരിച്ച് ചെയ്യട്ടെന്ന്. ഇനിയിപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പണികളൊന്നും നടക്കത്തില്ല അവിടെ. ഇനി എനിക്ക് ചെടികളൊക്കെ നടാൻ വേണ്ടി അവൻ കുഴികുത്തി തരാമെന്നാണ് പറയുന്നത്. കുഴികുത്ത അറിയത്തില്ലെങ്കിലും അവൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. ലക്കിയും നന്ദയും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രാവിലെ അങ്ങ് ഇറങ്ങി. ലക്കിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ബഹളം ഇല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി. ഇപ്പോൾ ഫുള്ള് കളിയാണ് വീട്ടിൽ ഇതുപോലെ മണ്ണി കളിയും പിന്നെ മീനില്ലേ അതിനെയൊക്കെ പിടിച്ച് ഓരോ ഭാഗത്തൊക്കെ കൊണ്ടിടലും ഒക്കെ ഇപ്പോൾ അവൻ്റെ പണി. ഫുള്ള് എൻജോയ് ചെയ്യും അവൻ വീട്ടിൽ. ആദ്യമൊക്കെ ഞങ്ങളിതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അവൻ കൂടെ വരാൻ വേണ്ടി. പിന്നെ അവനെ മാസ്കൊക്കെ വെപ്പിച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങണം കേട്ടോ. 7 മണിയാകുമ്പോൾ ഈ സർജൻ്റെ തുണ്ടങ്ങ് ക്ലോസ് ആവും. ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ. അവിടെ ഞങ്ങളൊരു ചേട്ടനെ പരിചയപ്പെട്ട്. ആ ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥ കേട്ടാലേ നമുക്കും എവിടെ നിന്നൊക്കെയോ ഒരു കോൺഫിഡൻസ് കയറി വരും. ആള് 10-28 വർഷം ഗൾഫിലായിരുന്നു കേട്ടോ. അവിടെ നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല കാശൊക്കെ സമ്പാദിച്ചായിരുന്നേ. ഈ ചേട്ടൻ കണ്ണടച്ച് കുറച്ച് ഫ്രണ്ട്സിനെ ഒപ്പം കൂട്ടി കേട്ടോ. അവരെല്ലാവരും കൂടെ ഈ ചേട്ടനിട്ട് പണി കൊടുത്ത്. ഈ നീല ഷർട്ട് ഇട്ടിരുന്ന് കട്ടൻ കാപ്പി കുടിക്കുന്ന ചേട്ടൻ്റെ കഥയാട്ടോ ഞാൻ പറഞ്ഞത്. അന്ന് വരെ ആ മണലാരണ്യത്തിൽ കിടന്ന് മരിച്ചു പണിയെടുത്തതൊക്കെ ആൾക്കൊരു ഓർമ്മയായി കേട്ടോ. കയ്യിൽ ഒരു കാശില്ലാതെ തിരിച്ച് നാട്ടിലെത്തി. എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പുള്ളിക്ക് ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ആൾ കൈവിടാത്തൊരു കാര്യം ആളുടെ മനസ്സ് തന്നെയായിരുന്നു. പുള്ളി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അത് നെഗറ്റീവ് അടിച്ച് പിന്മാറ്റാൻ കുറേ പേരുണ്ടായിരുന്ന ആൾക്കൊപ്പം. അപ്പോഴും അതൊന്നും മൈൻഡാക്കാതെ 2018 2 പാക്കറ്റ് പാലും കൊണ്ടാട്ടോ ഈ കട തുടങ്ങിയത്. രണ്ട് കവർ പാൽ പാക്കറ്റിൽ തുടങ്ങിയ ഈ കടയെ ഇതുപോലൊരു കടയാക്കി എടുക്കാൻ ഈ ചേട്ടൻ എന്തുമാത്രം അധ്വാനിച്ച് കാണുമെന്നേ ഇപ്പോഴും ഇതിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോഴും പുള്ളി ജോലിക്കാരോടൊപ്പം കിടന്ന് ജോലി തന്നെയാണ്. ഈ ചേട്ടൻ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു 15ഓളം ജോലിക്കാരും ഇന്നിവിടെ ഉണ്ട് കേട്ടോ. ആൾക്ക് മുതലാളിയുടെ ഒരു പവറും ഇല്ല കേട്ടോ. ജോലിക്കാരോടൊപ്പം നല്ല രീതിയിൽ തന്നെ പുള്ളി ജോലി എടുക്കുന്നുണ്ട്. ഈ ചേട്ടൻ്റെ സംസാരം കേട്ടാലേ നമുക്കും എവിടെ നിന്നൊക്കെയോ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും കേട്ടോ. നമ്മുടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായി ഈ ചേട്ടൻ്റെ കട. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് ഇതുപോലെ പണി കിട്ടിയവരും പണി കൊടുത്തവരും ഇപ്പോഴും പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആയിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ലൈഫിൽ തിരിച്ച് നല്ല രീതിയിൽ സെറ്റായി വന്ന ചിലരേ കാണുള്ളൂ കേട്ടോ. ആ കൂട്ടത്തിൽ നമുക്ക് ഈ ചേട്ടനെയും കൂട്ടാം. ഈ പുള്ളിയുടെ പതറാത്ത മനസ്സ് ഒന്നുകൊണ്ട് മാത്രം കേട്ടോ ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എടുത്ത് നോക്കുമ്പോഴേ കൂടുതലും നമ്മൾ തലയെ കൊണ്ട് കിടക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും ഇതുപോലെ നമ്മളെ ചീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിച്ച വേറെയും ചിലരെ എനിക്കറിയാം കേട്ടോ. അവരുടെയൊക്കെ കഥ ഇനി ഞാൻ വഴിയേ പറയാം. നമ്മുടെ തോളത്തൊക്കെ കൈയിട്ട് നടക്കുന്ന ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലേന്നെടുത്ത് താഴ്ത്തു വെച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്കും ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ഇതിപ്പോൾ ഫ്രണ്ട്സ് ചതിച്ച കഥയല്ലേ. ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ പണി കിട്ടിയാലേ പഠിക്കൂ. ആ പണി കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ അടുത്ത പണിക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ. അങ്ങനെയുണ്ട് ചിലർ. ഞങ്ങൾ വന്നപ്പോൾ ലക്കിയും നന്ദയും വീട്ടിൽ ഇല്ലായിരുന്നേ. രണ്ടുപേരോട് അല്ലിയുടെ വീട്ടിൽ കളിക്കാൻ പോയിരിക്കുക. അല്ലിയുടെ അച്ചാമ്മയാണേ വയ്യാണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വന്നെന്ന് അറിയുമ്പോൾ ഓടിക്കേറി വരുന്നതാണ് ഞങ്ങളെ കാണാൻ. ഇതൊക്കെയാണ് ലക്കിയുടെയും നന്ദയുടെയും ഫ്രണ്ട്സ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്ക വൈകുന്നേരം അവർ ഇവിടെ കളി തന്നെയാണ്. ലക്കിക്ക് വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അവനെയും ഞാനൊന്ന് കാണിച്ചു തരാം. ലക്കിയൊക്കെ വീട്ടിൽ നിന്ന് കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ മറന്നു പോകും കേട്ടോ. പിന്നെ ഞങ്ങൾ വിളിക്കേണ്ടി വരും ഇവിടെ വന്ന്. ലക്കി ഇവിടെ വന്നിട്ട് ബുക്കേ എടുത്തിട്ടില്ല. കൊണ്ടുവന്നതുപോലെ വെച്ചിരിക്കുക. അക്ഷരങ്ങളൊക്കെ ആൾ മറന്നുപോയി കേട്ടോ. ഇന്നിനിയിപ്പോൾ പിടിച്ചൊന്ന് ഇരുത്തണം. ബുക്ക് എടുത്തിട്ട് വരാൻ പറയുമ്പോൾ 100 കാര്യങ്ങളാണ്. നാളെ പഠിക്കാം, വൈകുന്നേരം പഠിക്കാം, രാവിലെ പഠിക്കാം എന്നും പറഞ്ഞിരിക്കും. ഇതുവരെ ബുക്ക് എടുത്തിട്ടില്ല വന്നിട്ട്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ABCD ഒന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല. പിന്നെ അവരവരുടെ സിലബസ് തീർക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ഈ പോകുന്ന ലക്കിയുടെ ഫ്രണ്ടിനെ കാണാനാ. ഇവർ രണ്ടുപേരും ഏകദേശം ഒരു പ്രായമാണ്. എന്നാലും കുറച്ച് മൂത്തത് ലക്കിയാട്ടോ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാട്ടോ, രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ്. അവസാനം ഇതിലൊരാൾ കരയും, എന്നിട്ടേ കളി തീരുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.